അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. സഹോദരങ്ങളെ, ഡാർവിൻ്റെ പ്രാർത്ഥന എന്ന എൻ്റെ ഈ പുസ്തകം സകല മതവിശ്വാസികളും നിഷ്പക്ഷരായി ചിന്തിക്കുന്നവരും ഗൗരവമായി മനസ്സിലാക്കണം. ഇത്രയേറെ ഡാർവിനിസത്തിൻ്റെ ഉള്ള് പൊളിച്ച് അതിൻ്റെ സാഹചര്യങ്ങൾ, അത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, അതിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യങ്ങൾ, അതിൻ്റെ ദുർബലതകൾ ഇത്രയേറെ ഗൗരവവും സമഗ്രവുമായി 1859 നവംബറിലാണ് ഒറിജിൻ ഓഫ് സ്പീഷീസിലൂടെ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പുറത്തു വരുന്നത്. അതിനുശേഷമുള്ള ഈ 1.5 നൂറ്റാണ്ടിലേറെയുള്ള ഈ കാലത്തിനിടയിൽ ഇതിന് സമാനമായ ഒരു ഗ്രന്ഥം ലോകത്ത് ഒരു ഭാഷയിലും ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായും വ്യക്തമായും പറയാൻ കഴിയും. കേവലമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യല്ല, നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. ഇതൊരു കോമൺ പുസ്തകമാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആംഗിളിൽ എഴുതിയ ഒരു പുസ്തകമല്ല. മാത്രമല്ല, ഡാർവിനിസത്തെയും ഏത്തിസത്തിൻ്റെ ഫിലോസഫിക്കൽ ബേസിനെയും തകർക്കുമ്പോൾ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ല. നമ്മളെല്ലാവരും വളരെ കൃത്യമായ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് സത്വരമായി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഒന്നാണ് ലിബറലിസത്തിനും ഏത്തിസത്തിനും സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത. അത് സത്യത്തിൽ മതത്തെ മുഴുവനും പൊളിച്ചു കളയും. മതം മാത്രമല്ല, ധർമ്മം, നീതി, സത്യത്തിൻ്റെ സമഗ്രത, ഇതെല്ലാം ലോകത്തില്ലാതെയായി പോകുന്ന ഒരു കാലഘട്ടം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡാർവിനിസം ഫിലോസഫിക്കൽ ബേസായി നിൽക്കുന്ന ഏത്തിസവും അതിനാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസവും എത്രമേൽ ദുർബലമാണ് എന്ന് നിർബന്ധമായും വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഇത് എല്ലാ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനി നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരൊക്കെയും ഈ പുസ്തകം വായിക്കണം. അവരെ മക്കൾക്ക് വായിക്കാൻ കൊടുക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾ വളരെ കൊച്ചുനാളിലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാക്റ്റ് എന്ന നിലയിൽ, ഒരു യാഥാർത്ഥ്യം, ഒരു വസ്തുത എന്ന നിലയിലാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഡാർവിനിസത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസം, സോഷ്യൽ ഡാർവിനിസം വന്നിട്ടുകൊണ്ടിരിക്കുന്ന തിന്മകൾ, സമൂഹത്തെ വിവിധങ്ങളായ തട്ടിലാക്കിയത്, ഇതൊക്കെ വളരെ കൃത്യമായി എന്ന് മാത്രമല്ല, ഓരോ മതവിഭാഗങ്ങളിലും എത്രത്തോളമാണ് ഡാർവിനിസം കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനുള്ളിൽ ഹിന്ദുമതത്തിൽ ഡാർവിനിസം ചെലുത്തിയ സ്വാധീനം, ഇസ്ലാം മതത്തിൽ ഡാർവിനിസം ചെലുത്തിയ സ്വാധീനം, ക്രിസ്തു മതത്തിൽ ഡാർവിനിസം ചെലുത്തിയ സ്വാധീനം, ഇതെല്ലാം വളരെ സമഗ്രവും വളരെ കൃത്യവുമായി ഈ പുസ്തകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനിടയിൽ ലോകത്ത് സകല സമൂഹങ്ങളിലും സകല മൂമെൻസിലും എന്തിലൊക്കെയാണോ സോഷ്യലായി സമൂഹം ചർച്ച ചെയ്ത സകല കാര്യങ്ങളിലും ഡാർവിനിസത്തിനുണ്ടായ ഒരു സ്വാധീനത്തെ വളരെ കൃത്യമായി ഈ പുസ്തകം നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവമായി നിങ്ങൾ പഠിക്കണം. ഈ പുസ്തകത്തിൻ്റെ സമഗ്രത വളരെ വലുതാണ്. മാത്രമല്ല, ഇതിനെതിരെ ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തി ഡാർവിനിസത്തിൻ്റെ ദുർബലതയെ ആഗോള സയൻറ്റിസ്റ്റുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, ബയോളജിക്ക് തന്നെ വന്നിട്ടുള്ള വളരെ കൃത്യമായൊരു അപ്ഡേഷൻ, അതിനനുസരിച്ച് മൈക്രോബയോളജി പോലെയുള്ള ശാസ്ത്രശാഖകൾ ഇതിനെ ഡാർവിനിസത്തെ പൊളിച്ചെഴുതിയ വളരെ കൃത്യമായ ചില തത്വങ്ങൾ, അതിനുവേണ്ടി ലോകത്തെ ശാസ്ത്രചിന്തകന്മാർ എടുത്തിട്ടുള്ള അധ്വാനങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, ഡാർവിനിസത്തിൻ്റെ ദുർബലത, പൊളിച്ചടുക്കിയ ഡാർവിനിസത്തെക്കുറിച്ച് ലോകത്തെ വലിയ വലിയ സമുന്നതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നും പലപ്പോഴും പുറത്തു വരാത്ത ചില ശബ്ദങ്ങൾ, അതെല്ലാം ഇത് സമഗ്രമായി ചർച്ച ചെയ്തിട്ടുണ്ട്. AD 1850കളിലാണ് ഡാർവിൻ ഇത് പറയുന്നത്. അതിനു മുമ്പ് ഗാൽപ്പഗോസ് ദ്വീപുകളിലേക്ക് നടത്തിയ ഒരു കപ്പൽ യാത്രയിൽ ആ ദ്വീപിൽ വെച്ച് കണ്ടിട്ടുള്ള ചില കുരുവികളുടെ കൊക്കുകൾ, തൻ്റെ ചില പ്രത്യേകമായ സ്പീഷീസുകൾ, ആ യാത്രയിൽ താൻ അഭിമുഖീകരിച്ചിട്ടുള്ള സംഗതികൾ, അതൊക്കെയാണ് ഡാർവിൻ ഈ പരിണാമ സിദ്ധാന്തത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതേസമയത്തെ അക്കാലത്ത് ശാസ്ത്രത്തിനുണ്ടായ അപര്യാപ്തതകൾ, ശാസ്ത്രത്തിൻ്റെ എക്യുപ്മെൻസുകൾക്കുണ്ടായിരുന്ന ദുർബലതകൾ, അതിൻ്റെ ശക്തിയില്ലായ്മകൾ, ഇതെല്ലാം ഇതിൽ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പുറമെ ഡാർവിൻ എന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം, സത്യത്തിൽ ചാൾസ് ഡാർവിൻ്റെ കുടുംബം കൃത്യമായൊരു മതത്തിൻ്റെ, പ്രത്യേകിച്ച് അവരെല്ലാം ആംഗ്ലിക്കൻ ക്രിസ്ത്യാനികളാണ്,
അപ്പോൾ ആ ക്രിസ്ത്യാനി സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഡാർവിൻ വളരെ കൃത്യമായൊരു മതസമൂഹത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാർ മരണം വരെയും മതപണ്ഡിതന്മാരും മതപുരോഹിതന്മാരും ക്രൈസ്തവ പുരോഹിതന്മാരും ആയിരുന്നു. അവരുടെ മക്കൾ, ഡാർവിൻ്റെ ഭാര്യ മരണം വരെ മതവിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്. മക്കൾ മരണം വരെ ഈശ്വരവിശ്വാസി മതവിശ്വാസികളുമായ മക്കളാണ്. പിന്നീട് എന്തുകൊണ്ടാണ് ഡാർവിൻ ഇങ്ങനെയുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാനുള്ള കാരണം എന്ത്? വളരെ കൃത്യമായൊരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഈ പുസ്തകം നിർബന്ധമായും നിങ്ങളെ കുട്ടികളെ വായിപ്പിക്കണം. ഇത് വലിയ പണച്ചെലവ് വന്നിട്ടുള്ളൊരു പുസ്തകമാണ്. ഇത്രയേറെ പണച്ചെലവിൻ്റെ കീഴിലും ഈ പുസ്തകം പുറത്തിറക്കാനുണ്ടായ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ കുട്ടികൾ ഹൈസ്കൂൾ തലങ്ങളിൽ മുതൽ ഡിഗ്രി ക്ലാസ്സുകൾ, പിന്നെ വിവിധങ്ങളായ വിഷയങ്ങളിലും പ്രത്യേകിച്ച് ആധുനിക ബയോളജിയിലും മറ്റും പഠനം നടത്തുന്ന മക്കൾ, ഇവരെല്ലാം പിന്നെ സമൂഹത്തിലുള്ള വിവിധ തട്ടുകളിലുള്ള ആളുകൾ, അവരെല്ലാം നിർബന്ധമായും ഈ പുസ്തകം വായിച്ചിരിക്കണം. മാത്രമല്ല ഡാർവിനിസ്റ്റുകൾ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിലേറെക്കാലത്തിനിടയിൽ ഡാർവിനിസ്റ്റുകൾ നടത്തിയിട്ടുള്ള ലോകത്തെ വളരെ മോശപ്പെട്ട, ഒരു സാധാരണക്കാരൻ പോലും നടത്താത്ത തട്ടിപ്പുകൾ, വലിയ വലിയ തട്ടിപ്പ്, ഡാർവിനിസ്റ്റുകൾ നടത്തിയ വളരെ മോശപ്പെട്ട തട്ടിപ്പുകൾ, ഒരു സയൻറ്റിസ്റ്റ് പോയിട്ട് സാധാരണക്കാരൻ പോലും പുറത്ത് പറയാൻ പാടില്ലാത്ത കളവുകൾ, തട്ടിപ്പുകൾ, ലോകത്തെ ഡാർവിനിസ്റ്റുകളായ ഉന്നത സയൻറ്റിസ്റ്റുകൾ എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ആളുകൾ വരെ നടത്തിയിട്ടുള്ള കബളിപ്പിക്കലുകൾ, കള്ളത്തരങ്ങൾ, ചതികൾ, അതെല്ലാം വളരെ സമഗ്രമായി ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്കും ഈ പുസ്തകം ഒരു നഷ്ടമാണെന്ന് തോന്നില്ല. ഇതുപോലൊരു ഗ്രന്ഥം ലോകത്ത് ഇന്ന് വരെ 1859 മുതൽ ഈ നിമിഷം വരെ ലോകത്ത് ഒരു ഭാഷയിലും ഇതുപോലെ സമഗ്രമായി ഡാർവിനിസത്തെ കൈകാര്യം ചെയ്ത ഒരു ഗ്രന്ഥം ഇറങ്ങിയിട്ടില്ല. കൃത്യമായും നമ്മുടെ കുട്ടികൾ അയാഥാർത്ഥ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ നിർബന്ധമായും നിങ്ങളുടെ കുട്ടികൾ ഡാർവിൻ്റെ പ്രാർത്ഥന എന്ന ഈ പുസ്തകം വായിച്ചിരിക്കണം. ഇത് നിർബന്ധമാണ്. അതേത് മതം എന്നൊരു നിലപാടില്ല. വളരെ കോമണായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നിർബന്ധമായും ഈ പുസ്തകം വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. ലിബറലിസവും ഏത്തിസവും ഡാർവിനിസവും ഒക്കെ എത്രമേൽ ദുർബലമാണെന്ന് ഈ പുസ്തകത്തിൻ്റെ അവസാന പേജിലെത്തുമ്പോഴത്തിന് നിങ്ങൾ പറയും. അതിരുകളില്ലാതെ ലോകത്ത് ആസ്വദിക്കാൻ പഠിപ്പിക്കുന്ന ഏത്തിസ്റ്റുകൾ എന്താണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്? ഇതെല്ലാം നമ്മൾ വളരെ സമഗ്രമായി ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ധർമ്മം ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ നീതി ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ സോഷ്യൽ നീതി ആഗ്രഹിക്കുന്നുവോ? ഈ ലോകത്ത് ധർമ്മവും നീതിയും ദയയും സംസ്കാരവും നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ മുസ്ലിം ആയാലും, നിങ്ങൾ ക്രിസ്ത്യാനിയായാലും, നിങ്ങൾ ഹിന്ദു ആയാലും നിങ്ങളെ കുട്ടികൾക്ക് ഈ പുസ്തകം വായിപ്പിച്ചിരിക്കണം. ഒരിക്കലും നമ്മുടെ കുട്ടികൾ ഒരു ലിബറലിസ്റ്റോ ഒരു ഏത്തിസ്റ്റോ ഒരു സമൂഹ വിരുദ്ധനോ ആയിത്തീരുന്നതിന് മുമ്പ് യഥാർത്ഥ വിജ്ഞാനം മക്കൾക്ക് നൽകുക. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.